അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വാമലയിലേക്കാണ്. പല്ലാവൂരുള്ള വാമലയിലേക്ക് കൊല്ലങ്കോട്ട് നിന്ന് ഏകദേശം 11 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ യാത്ര ചെയ്തത് മെയിൻ റോഡല്ല, ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് വലിയ വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. പ്രകൃതിയോട് ഇണക്കി കിടക്കുന്ന റൂട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ ദൃശ്യം ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് മെയിൻ റോഡ് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു സുഹൃത്തുണ്ട്, അരുൺ മച്ചാനാണ് പല്ലാവൂരിലെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പോൾ അരുൺ മച്ചാന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്തെത്തിയിട്ട് പുള്ളിയും കൂട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അരുൺ മച്ചാൻ പോകുന്നുണ്ട് ബൈക്കിലാണ്. നമുക്ക് ഇവിടെ ഏതിലോ കയറി പോകേണ്ട വഴിയൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ പുള്ളി പല്ലാവൂരുകാരനായതുകൊണ്ട് പുള്ളിയെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുകൂടിയാണ്. വരുന്നവർക്ക് പ്രത്യേക റൂട്ട് കൺഫ്യൂസ് ആകാനൊന്നുമില്ല. പാലക്കാട് റൂട്ടിലേക്ക് കൊടുവായൂരിൽ നിന്ന് വരുന്നവരാണെങ്കിലും നെന്മാറിൽ നിന്ന് വരുന്നവരാണെങ്കിലും പാലക്കാട് റൂട്ടിലേക്ക് കയറുക. ചിന്മയ സ്കൂളിൻ്റെ ലെഫ്റ്റ് കൂടി ഒരു വഴിയുണ്ട്. അതിൽ നേരെ ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വാമല എത്താൻ സാധിക്കും. ഇതാ കാണുന്ന കുന്നാണ് വാമല കേട്ടോ. അപ്പോൾ പുറകു വശത്തൂടെയൊക്കെ ആൾക്കാർ കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്ഥലമെത്തി. ശ്രീ കരുവോട്ട് വാമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ 8 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് വൈകുന്നേരത്താണ്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു സന്ധ്യാസമയമാണ്. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ മഴ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാര്യമാക്കില്ല. അങ്ങോട്ട് മുകളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് കയറിയായിരുന്നു. അപ്പോൾ കുറച്ച് ആട്ടിൻകുട്ടികൾ അവരുടെ തീറ്റയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നൊരു കാഴ്ചയുണ്ട്. ഒരു കാലൊക്കെ കെട്ടിയിട്ടുണ്ട് പരമാവധി എല്ലാ ആടുകളുടെയും. കാണാൻ തന്നെ നല്ല രസമാണ്. അവർ നൊണ്ടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. കയറി കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കാണാം. പാറയിൽ തന്നെ കൊത്തിയെടുത്ത സ്റ്റെപ്പാണ്. പടികളുണ്ട്. പടികളിലൂടെ വേണം മുകളിൽ കയറാൻ. മാക്സിമം ശ്രദ്ധിക്കുക പടികളിലൂടെ കൂടെ തന്നെ കയറി പോകാൻ. സൈഡൊക്കെ വഴുക്കലുണ്ട് മഴ പെയ്തുകൊണ്ട്. ഇവിടെ വരുന്നവരായാലും സ്റ്റെപ്പിലൂടെ മാത്രം കയറുക മുകളിലേക്ക്. അപ്പോൾ ഇതാണ് അമ്പലം.
ഇവിടെ തൈപ്പൂയം അങ്ങനെ തുടങ്ങി നിരവധി ദിവസങ്ങളിൽ ഉത്സവമൊക്കെ ഉണ്ട്. പ്രത്യേക ദിവസങ്ങളിൽ മാത്രമുള്ള ഉത്സവം. അതിനൊക്കെ ഒരുപാട് പേര് കൂടാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല നമുക്ക്. അമ്പലത്തിലെ പൂജാരി ആണെങ്കിലും വളരെ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, എന്തിനു വേണ്ടി ഷൂട്ട് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അമ്പലത്തിൻ്റെ പുറകുവശത്തെ കാഴ്ചയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല മനോഹരമാണ് അമ്പലം. പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. രണ്ട് പയ്യന്മാർ സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് യാത്ര ചെയ്തിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പോകാൻ ഭയങ്കര തിടുക്കം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ പോയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അവരെവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കാൻ തോന്നില്ല. സൈക്കിളിലായിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് മലൻ്റെ മുകളിൽ കയറുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയൊക്കെ കാണാം. ആ കാറ് പോകുന്നത് വന്നിട്ട് നമ്മൾ നേരത്തെ താഴത്തോട് വന്ന വഴിയായിരുന്നു. അതൊക്കെ ഇവിടുന്ന് വളരെ വിശദമായിട്ട് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആലത്തൂർ ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴി, അപ്പുറത്തൊരു ഒരു കോട്ടമലയുണ്ട്. കോട്ടമല. അതൊക്കെ ഇവിടുന്ന് വളരെ വിശദമായി കാണാം. അപ്പോൾ മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മൂടലുണ്ട്. ഇപ്പോൾ വെയിൽ സമയത്തൊക്കെ ഇവിടെ വൈകിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചയായിരിക്കും. ഇതിവിടെ കുറച്ച് പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പൂക്കളുടെ പേരെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഈ പൂക്കളുടെ പേരെന്താണെന്ന് അറിയാമെന്ന് കമൻറ്റ് ബോക്സിൽ വരിക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞാൽ ഈ അമ്പലം വന്നിട്ട് 2-3 സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപസ്തംഭ മഹാചര്യം, ദിലീപേട്ടൻ അഭിനയിച്ച ചിത്രമാണ് ആദ്യമായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തത്. പിന്നെ അവസാനം കുഞ്ഞിരാമായണം, നമ്മുടെ എല്ലാവർക്കും ഫേമസ് ആയിട്ടൊരു കുഞ്ഞിരാമായണം, അതാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് സിനിമ ലൊക്കേഷനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ അമ്പലം. പിന്നെ ഈ മരം, ഇതാണ് ഇവിടെ ഫേമസ്. നമ്മൾ വരുമ്പോൾ ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അരളി മരമാണെന്ന് തോന്നുന്നു, നമുക്കും വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ 2 കുഴികളുണ്ട്. അതിന് നന്നങ്ങാടി എന്നാണ് പേര് പറയുന്നത് അതിന്. അപ്പോൾ വയസ്സായവർ ഒരു കുഴിയിൽ ഇട്ടിട്ട് മറുകുഴിയിൽ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ വയ്ക്കും അവരുടെ വീട്ടുകാർ എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാൻ വയ്യാതെ വയസ്സായി കിടക്കുന്നവരെ ഇതിനകത്തുകൊണ്ട് ഇടും എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നമുക്ക് സത്യമാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നല്ല മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ നനയും. അത് പതുക്കെ താഴെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് മഴ പെയ്യുമ്പോൾ മുകളിൽ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. കുടയൊന്നും പിടിച്ചിട്ട് നിൽക്കാൻ സാധിക്കില്ല. നല്ല രീതിയിലുള്ള കാറ്റുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ താഴെ ഇറങ്ങുകയാണ്.
താഴെ എത്തിയത് നല്ല രീതിയിലുള്ളൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഴ കഴിഞ്ഞിട്ടുള്ളത് വെള്ളമൊക്കെ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വരുന്നവർ ദയവായിട്ട് മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ റെയിൻ കോട്ട് കൊണ്ടുവരിക. കുടയൊന്നും കൊണ്ടുവരരുത്. കുടയൊക്കെ കൊണ്ടുവന്നാൽ കാറ്റത്ത് പറന്നു പോകുന്നതായിരിക്കും. ഇതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പല്ലശ്ശേന പല്ലവരക്കൊക്കെ വരുമ്പോൾ കൊല്ലംകോട്ട് കോവിലം റോഡിലൂടെ വരിക. അപ്പോൾ നമുക്ക് നല്ല പച്ചപ്പുള്ളൊരു കാഴ്ച കാണാം. മനോഹരിതമായ റോഡ്, പച്ചപ്പുള്ള കാഴ്ച കാണുന്നുണ്ടെങ്കിൽ പല്ലാവൂർ റോഡിലേക്ക് വരുന്നവർക്കാണെങ്കിൽ കോവിലം റോഡിലൂടെ യാത്ര ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും.